എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ ലഭിച്ച വിഷയം പശു രാഷ്ട്രീയം, ഹിന്ദുത്വ ഇടം അജണ്ടകൾ എന്നതാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ജനാധിപത്യ മതേതര ഇന്ത്യയിൽ പൗരാവകാശങ്ങളെ ക്രൂരമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഫാഷിസം ചില പ്രതീകങ്ങളെ ചൊല്ലി അധികാരം കൈയാളാനുള്ള പദ്ധതിയായിട്ടാണ് ഹിറ്റ്ലറും മുസോളിനിയും അതിനെ കണക്കിലാക്കിയത്. അതിൻ്റെ ഫലമെന്നോണം ഇന്ത്യയിലും അതിൻ്റെ പ്രതീകമായിട്ടാണ് ഹിന്ദുത്വ ഫാഷിസം അരങ്ങേറുന്നത്. അതിൻ്റെ ചർച്ച വിഷയമാണ് പശു. ഉപജീവനത്തിന് വേണ്ടി കാർഷിക സംസ്കാരത്തിന്റെ പ്രതീകമായിരുന്ന കാളകളെ പ്രസവിച്ചു എന്നതിന്റെ പേരിലാണ് പശു ഗോമാതാവായത്. ദാദ്രയിൽ മുഹമ്മദ് അഖിലാഖ് എന്ന മധ്യവയസ്കനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് പശു ഇറച്ചി വീട്ടിൽ സൂക്ഷിച്ചതിന്റെ പേരിലായിരുന്നു. ഇത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയായിരുന്നു. ഗുജറാത്തിലെ ഉനയിൽ 4 യുവാക്കളെ ചത്ത പശുവിന്റെ തോലുരുചി എന്ന കാരണത്താലായിരുന്നു ക്രൂരമായി മർദ്ദിക്കപ്പെട്ടത്. ഇത് പശു രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നു. പശു രാഷ്ട്രീയത്തിന്റെ ഐക്യമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഹിന്ദുത്വ വോട്ടുകളെ ഏകോപിക്കുകയും ഭരണത്തിനെ കൈയാളുകയും ചെയ്യുക എന്നതാണ് പശു രാഷ്ട്രീയത്തിന്റെ ഏക ലക്ഷ്യം. ഗോമാംസം രൂപപ്പെടുത്തിയ രാഷ്ട്രീയ സാഹചര്യം ജനങ്ങളുടെ രാഷ്ട്രീയത്തിലുള്ള തീവ്രതയും വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ 24 സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗോവധ നിരോധനം നിയമപരമായി ഒരിക്കലും യോജിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടന 14, 15, 16 അധ്യായങ്ങളിൽ സമൂഹത്തിലെ സമത്വത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് സംവദിക്കുന്നുണ്ട്. ഗോവധ നിരോധനം, പശു രാഷ്ട്രീയം ഒരു വ്യക്തിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയാണ് തടഞ്ഞു വെക്കുന്നത്. എന്ത് ഭക്ഷിക്കണം, എന്ത് ഭക്ഷിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കും ഭരണഘടന അർഹിക്കുന്നുണ്ട്. മറ്റൊരു പക്ഷം ചർച്ച ചെയ്യുകയാണെങ്കിൽ മുസ്ലിമുകൾ അവരുടെ ആരാധനയ്ക്ക് വേണ്ടി പശു മൃഗബലി നടത്തുന്നുണ്ട്. ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പശു ഹിന്ദുത്വ ദൈവമാണെന്ന് ആരോപിച്ചുകൊണ്ട്, പശു പരിശുദ്ധമാണെന്ന് ആരോപിച്ചുകൊണ്ട് അതിനെ ദൈവമാക്കിക്കൊണ്ട് ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയം അരങ്ങേറുന്നത്. ദളിതിനെതിരെയും മുസ്ലിമിനെതിരെയുമുള്ള ന്യൂനപക്ഷ വേട്ടയാണ് ഇതിന്റെ ഏക ലക്ഷ്യം. ഇതിന്റെ കണക്കുകൂട്ടലുകൾ വോട്ടുകൾക്ക് വേണ്ടിയാണ്. ഇവിടെ നിയമം ദുരുപയോഗം ചെയ്യുകയാണോ ചെയ്യുന്നത്? 21ാം നൂറ്റാണ്ടിലും നാൽക്കാലികളുടെ പേര് പറഞ്ഞ് ഇരുകാലികളെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്ന അപരിഷ്കൃത സമൂഹമായി നാം മാറിയിരിക്കുന്നു എന്നത് വളരെ വ്യക്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പശു ആരാധന മൃഗമാണെങ്കിൽ നാം അതിനെ ആരാധിക്കുക, ഭക്ഷിക്കുന്നവർ അതിനെ ഭക്ഷിക്കട്ടെ എന്ന ഐക്യകരണമായ തീരുമാനമാണ് ലോകം നാനാത്വത്തിൽ ഏകത്വമെന്ന് നമ്മളെ വിശേഷിപ്പിച്ച് വിളിച്ച നമ്മളിൽ നിന്നും ഉറപ്പെടുകേണ്ടത്. എങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കേണ്ടത്? മതസൗഹാർദ്ദവും സമത്വവുമെല്ലാം അംഗീകരിക്കുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ട് പശു ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് നാം ഏകലക്ഷ്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പശു ആരാധന മൃഗമാണെങ്കിൽ നാം അതിനെ ആരാധിക്കട്ടെ, ആരാധിക്കുന്നവർ അതിനെ ആരാധിക്കട്ടെ, ഭക്ഷിക്കുന്നവർ അതിനെ ഭക്ഷിക്കട്ടെ എന്ന തീരുമാനത്തിലേക്കാണ് നാം എത്തേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം അതിന്റെ പൂർണ്ണ പവിത്രതയോടെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ